നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ചെന്നാർ മുനികൾ മഹേശനെ കാൺമതിന്നന്നിലത്തസ്തമയം ഗ്രഹിക്കയാൽ പെട്ടെന്ന് ഋഷികളെ കണ്ടു മഹേശ്വരി. ഇഷ്ടരതിഭംഗവും വന്നു സംഭ്രമാല് ലജ്ഞയും പൂണ്ടുടുത്തിടിനാൾ വസ്ത്രവും. നിർജ്ജര താപസന്മാരതു കണ്ടുടൻ പോയാർ ബദരാശ്രമത്തിനു. സത്വരം പോയ ശപിച്ച് അരുളിടിനാളീശ്വരി. ഇന്നു തൊട്ടിങ്ങിവിടത്തിൽ വരുന്നവൻ പെണ്ണായി വരികയെന്നഞ്ചസ കേവലം. തന്നുള്ളിലക്കഥ താനറിയാതെ പോയി ചെന്നുടൻ പെണ്ണായി ചമഞ്ഞു സുദുജ്ഞനും. നിന്നുഴന്നേറ്റൻ ജളത പിണഞ്ഞവൻ അന്നു മടങ്ങി നടന്നു പോരും വിധൗ. മധ്യേ ബുധൻ കണ്ടു മുക്താങ്കിതന്നിലങ്ങ് ഉൾത്തൂർന്ന രാഗം കലർന്നു പരവശാല്. ഭാര്യയായിക്കൊണ്ടാനവൾ പെറ്റവനന്നു. വീരനൃപനുളനായാർ പുരുരൂവാം സോമാനിയത്തിങ്കൽ ആദി രാജാവൻ. കാമിനിയായോരിളയും അനന്തരം തൽക്കുലാചാര്യനായുള്ള വസിഷ്ഠനോട് അക്കഥയെല്ലാം അറിയിച്ചു. കിന്നയായി നിൽക്കുന്ന അളവിൽ മുഴുത്ത കൃപയോടും ഉഗ്രനെ കൂപ്പി സ്തുതിച്ചു വസിഷ്ഠനും. സുത്യുപ്തനാമിള പുംസ്തും ഉപേക്ഷിച്ചും ഭക്ത്യ വണങ്ങി നിൽക്കുമ്പോഴുദീശ്വരൻ തന്നുടേ കോപവും ദേവിതൻ ശാപവും വന്നു സേവിക്കും വസിഷ്ഠാഭിലാഷവും. അന്യാതൃത്താത്വം വരായ്വാനുപായാർത്ഥമായി ഒന്ന് അരുൾ ചെയ്താനിതു കേൾക്ക മഹാമതേ. മാസങ്ങളോരോന്നിടയിട്ടിടയിടെ വാസമുണ്ടാം പോമാനായി നീ എങ്കിലോ പോയാലും എന്നെ അയച്ചാൻ ഇന്ദുശേഖരൻ. പോയാൻ ഇളയോടുകൂടെ വസിഷ്ഠനും നാഥൻ അരുൾ ചെയ്ത വണ്ണം. അനന്തരം മാസമിടയിട്ടു പുരുഷനായി ചിരം. അങ്ങനെ വാഴുന്ന കാലത്തവനുടൻ അങ്ങുൽക്കലനും ഗയനും വിമലനും നന്ദനന്മാരുളരായാരിളനന്നും. നന്ദനന്മാരുളരായാര് ഇളനന്നും നന്ദിച്ചിരുന്നു സുഖിച്ചിതു കേവലം. മന്നവൻ വൈവസ്വതനും യമുനയിൽ നിന്നും 100 തപസ്സു ചെയ്തിടിനാൻ. പന്നകശായിനം ധ്യാനിച്ചു സന്തതി പിന്നെയും പ്രാർത്ഥിച്ചു പുത്രകാമേഷ്ടിയും. നന്നായഴകോടു ചെയ്തിരിക്കുന്ന നാള് നന്ദനന്മാരുളരായിനർ 10 പേര്. ഇക്ഷ്വാകുവും നൃഗൻ ശര്യാദിദിഷ്ടനും ദൃഷ്ടൻ കരുഷകനും നരിഷ്യന്തനും നാഭാഗനും വൃഷദ്രഥൻ കവി എന്നവർ
ശോഭയായി 10 പേർ വന്നുളരായതിൽ എട്ടാമനായ വൃഷധൃതൻ ഗുരുവിനങ്ങ് ഇഷ്ടമായി വിദ്യ പഠിച്ചു തന്നന്തികേ നിത്യമിരിക്കുന്ന കാലം ഒരു ദിനം തത്രേ രാത്രൗ ഗുരുവിൻ പശുക്കൂട്ടത്തിൽ പോക്കും വ്യാക്രം പിടിച്ചാൽ പശു ഒന്നിനെ വ്യഗ്രം കലർന്നലറി പശുവും തഥാ അർത്ഥനാദം കേട്ടു രാത്രൗ വൃഷദ്രഥനും ശീഘ്രം പുറപ്പെട്ടു വാളുമായി ചെന്നുടൻ വെട്ടിനാൻ കൂരിരുട്ടത്തു ചെവിയറ്റു പെട്ടെന്നു ശാർദൂലവും പാഞ്ഞുപോയിനാൻ തൻ കരവാളതേറ്റേറ്റു പശുക്കഴുത്ത് ഉൾക്കാമ്പിൽ വാക്രമെന്നോർത്തു നൃപാത്മജൻ പോന്നിങ്ങു വന്നു കിടന്നുറങ്ങിടിനാൻ ആംനായ സാരാർത്ഥമൂർത്തി ദിവാകരൻ താനുദിക്കുമ്പോഴിതങ്ങു ചെന്നഞ്ചസാമാനവേന്ദ്രാത്മജനാകന്ത തന്നുടെ വാളേറ്റു തൽക്കഴുത്തറ്റു ധരണിയിൽ ചീളെ മരിച്ചു കിടന്ന പശുവിനെ കണ്ടു പരിതാപത്തോട് വൃഷധൃതൻ അങ്ങ് ഇണ്ടൽ മുഴുത്തു വിവശനായേറ്റവും മന്ദനായി നിന്നുഴന്നേറ്റം നിരൂപിച്ചു തന്നുള്ളിലമ്മാറുറപ്പിച്ചു സാമ്പ്രതം ബ്രഹ്മചര്യം ധരിച്ചീശ്വരോപാസനം ധർമ്മേണ ചെയ്തു പുരുഷാർത്ഥവും മുതാ സാധിച്ചു കൊണ്ടാൻ കവിയും വിരക്തനായതൗ ഭഗവതുപാസനാശീലനായി കാരണനാകിയ നാരായണൻ പദം പോരൂഹമവ്യയം ചേർന്നുകൊണ്ടിടിനാൻ വീരരായുള്ള കർഷകന്മാരതിശൂരരാം ബാഹുജ വീരരൂലകതിൽ കാരുഷ്യരായതും ദൃഷ്ടവംശത്തെ പാരതിൽ ധാർഷ്ടരെന്നുണ്ടു ചൊല്ലേടുന്നു മിക്കവാറും ബഹുബ്രാഹ്മണൻ പോലവർ ഉൾക്കാമ്പിലം മാറ്റികനുടെ പുത്രൻ സുമതി പുനരവൻ തന്നെ പുത്രനായി ഭൂതജ്യോതിർവസു പ്രതീകൻ തസ്യ കുമാരകനോഗവനോഗവ കേൾനര്യക്ഷന്തനും കേവലം ചിത്രസേനാഖ്യനാം പുത്രനുണ്ടായത തത്ര ദക്ഷാദികളുണ്ടസംഖ്യാന്യം അഗ്നിവേശ്യായനാകിയ ഭൂസുരേന്ദ്രാദ്യാന്യയ അവസാനം പറയുന്നു ദൃഷ്ടനും നന്ദനൻ നാവാകനത്രേയം ഇഷ്ടന വന്നു വളന്ത നന്ദനൻ വത്സന വന്നു സുതൻ തഥാ പ്രാംശുവും തൽസുതനാകും രമതേ കനിത്രനും തൽസുതൻ ചാക്ഷുഷുതൻ പിന്നെ വിംശതി തൽസുതൻ രംബൻ കനിനേത്രനും ക്രമാല് തൽസുതനല്ലോ കരന്തമൻ തൽസുതനായതും വീക്ഷിത്തുപോലുടൻ തൽസുതനല്ലോ മരുത്തനവൻ സുതൻ എത്രയുമേറ്റം പ്രസിദ്ധൻ ദമനത തൽസുതൻ രാജ്യപ്രവർത്തനായതും തൽസുതനല്ലോ ശ്രുതിയാകുന്നവൻ തൽസുതൻ പോൽ നരൻ കേവലൻ വിന്ദുമാന് തൽസുതൻ വേഗവാനങ്ങവൻ തൽസുതൻ
ബന്ധുവ വന്നു തൃണബിന്ദു നന്ദനൻ. ബിന്ദുമാൻ തന്നെ നാലാമനാമവൻ മുമ്പിലംബോസയെന്നു പേരായൊരു ശംഭാസമാങ്കിയാം അപ്സര ശ്രീമണി വന്നു ചേർന്നിടിനാളന്നവൾ തന്നിലങ്ങ് അന്യോന്യരാഗം കലർന്നു നരവരൻ തന്നെ നന്ദനയായുളവായതും കന്യകയായോരിളി വിളയെന്നവൾ. പിന്നെ വിശാലാദി 3 സുതന്മാരും ഉന്നതനാം അവനുണ്ടായിതഞ്ചസ എന്നതിൽ വിശ്രവസിന്നങ്ങിളിവിള തന്നിൽ നിന്നങ്ങുളനായാൻ ദിനേശനും ചെമ്മീ വിശാലജൻ പോൽ ഹേമചന്ദ്രന നിർമ്മലൻ തന്മകൻ ധൂമ്രാക്ഷനായതും സംയമനും സഹദേവൻ കൃശാശ്വനും സോമദത്താഖ്യൻ ക്രമേണ സുമതിയും ഭൂമിപതേ ജനമേ ജയന്താനമുൾ പ്രേമാൽ ക്രമാദിഷ്ടവംശസംബോധ ശര്യാതിമുന്നം സുകന്യകയെന്നു പേരായ ധനുജയായി ചെന്നു വനാന്തരം പൂക്കുകൊണ്ട്